डाल सकते हैं കുഞ്ഞിന്റെ പരിരക്ഷ അത്ര വലുതാണ്. और वो बच्चा का संरक्षण इतना महत्वपूर्ण है वहाँ. മനുഷ്യൻ പ്രായമായി കഴിയുമ്പോൾ लेकिन मनुष्य जब उम्र में बढ़ता है അതിന് അതിന്റെ നിലയിലെ പരിഗണനയാണ്. और वहाँ पे उस आधारित उनकी संरक्षण होता है. അതുകൊണ്ടാണ് കുട്ടികൾ കുറ്റവാളികളാകുമ്പോൾ അവരെ ശിക്ഷിക്കാനും ജയിലിലിടാനും ഒക്കെ ജുവനൈൽ കോർട്ടുണ്ട്. इसलिए बच्चे जब एकदम छोटे हैं तभी उनको दंड देने के लिए जुवेनाइल कोर्ट है, अदालत है. അവരുടെ തെറ്റായ രീതികൾ മനഃശാസ്ത്രപരമായി സമീപിച്ച് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് ആരായുകയാണ് അപ്പോൾ ചെയ്യുന്നത്. उनके छोटे उम्र में जो गुनाह उन्होंने किया है वो उनको समझा बुझा कर मानसिक रीति से उनको समझाते हैं. वो रीति अलग है. അതുകൊണ്ട് രക്ഷാനുഭവം പ്രാപിച്ച് ആദ്യമായി വരുന്ന ഒരാളെ കുറിച്ചും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണേണ്ടത്. इसलिए उद्धार का अनुभव प्राप्त करके आने वाले प्रारंभिक एक विश्वासी को भी उसी ढंग से देखना है. ചിലർക്ക് അത് അറിയില്ല. कुछ लोग ऐसे नहीं समझते हैं. രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്ക് സന്തോഷമുണ്ട്. उद्धार का काल में, उद्धार के समय में हम बहुत ही आनंदित है. അന്ന് അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ ഒരു പരിമിതി പറയാം. उस समय अनुभव करने वाले आनंद का एक सीमा मैं बताता हूँ. കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ദുഃഖം കാര്യമായിട്ടില്ല. छोटे बच्चे के सिलसिले में यदि कहा जाए उसको दुख नहीं है ज्यादा. വിശപ്പ് പരിഹരിക്കുക, भूख मिटाना है, ചിലതരം നിർബന്ധങ്ങൾ സാധിച്ചു കൊടുക്കുക, कुछ हठीलापन है उसको पूर्ण करना है, മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവുക. माता पिता के सानिध्य वो चाहते हैं. ഇത്രയുമായാൽ കുട്ടിയുടെ കാര്യം വളരെ സന്തോഷവതിയാണ്. इतना हुआ तो बच्चा का संतृप्ति होता है. എന്നാൽ ആ കുട്ടിക്ക് ഒരിക്കലും നമ്മളുടെ വീടിന് റെന്റ് കൊടുക്കണമെന്ന് അറിയില്ല. लेकिन वो बच्चा को कभी घर का जो रेंट है वो देना है जरूरी है नहीं जानता. മൂത്ത കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയില്ല. बड़े भाई का विद्या जो शिक्षण है उसके बारे में वो सोचता नहीं. അവർക്കതിൽ പ്രത്യേകിച്ച് ദുഃഖമോ സന്തോഷമോ ഇല്ല. और उसमें वो जानकारी भी नहीं रखता और दुख भी नहीं है, आनंद भी नहीं है. അതുകൊണ്ടാണ് രക്ഷാനുഭവം പ്രാപിച്ച് ഇങ്ങോട്ട് വരുന്ന ആളുകളെ പ്രസംഗകരായിട്ടോ മറ്റ് ശുശ്രൂഷാമുഖത്തോ അനുവദിക്കരുത് എന്ന് പറയുന്നു. इसलिए उद्धार का अनुभव में अभी आया हुआ किसी व्यक्ति को प्रचार करने के लिए या कोई अन्य सेवकाई के लिए ना ठहराए करके कहते हैं. കാരണം അത് സ്പിരിച്വലി ഒരു ശിശുവാണ്. कारण वो आत्मिक तौर पर शिशु ही है. ചിലപ്പോൾ അത്ര ആളുകൾ നല്ല ആവേശഭരിതരായിരിക്കും. कभी-कभी ऐसा हो सकता है नए आने वाले लोग भी बहुत ही आवेश से भरे होंगे. നല്ല രീതിയിൽ കേൾക്കാൻ കൊള്ളാവുന്ന വിധത്തിൽ അവര് സാക്ഷി പറയും. अच्छी तरह बहुत ही सुंदर ढंग से वे गवाही दे सकते हैं. അതൊക്കെ സത്യമാണ്. ये सत्य बात है. പക്ഷേ ഈ പുൽപിറ്റിൽ നിൽക്കാൻ അവർ പ്രാപ്തരായില്ല. लेकिन ये पुलपिट में खड़े, मंच पर खड़े होने के लिए वे योग्यता प्राप्त नहीं किए हैं. അതിന് കാലഘട്ടം എടുക്കും. उसके लिए काल सीमा है, काल समय है. അതിനാണ് അപ്പോസ്തലൻ പറഞ്ഞത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യനായിരുന്നു. इसलिए प्रेरित ने कहा घमंडी होकर शैतान के हवाला ना हो, इसलिए नए चेले को ये नहीं होना है. ഈ പുതിയ ശിഷ്യനെ നമുക്ക് ബഹുമാനമാണ്. नए चेले का हम आदर सम्मान जरूर करते हैं. ആ പുതിയ ശിഷ്യൻ പക്ഷേ പ്രസംഗനാകല്ലേ. लेकिन नया चेला प्रभाषक ना बने. അദ്ദേഹം ക്ലാസ് എടുക്കാൻ പാടില്ല. वो बाइबल अध्ययन ना सिखाए. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സഭകളിൽ അത്തരം അവസരങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ ഇവർ പറയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. इसलिए कलीसिया में ऐसे स्थान या ऐसा अवसर उनको नहीं देते वक्त वे कहते हैं उनको प्रोत्साहन नहीं दे रहे हैं. അപ്പോൾ ന്യൂ ജനറേഷൻ സഭകളുണ്ട്. अभी नया जनरेशन का कलीसिया है. അവർ ഇത്തരം ആളുകളെല്ലാം പരിഗണിക്കും. और ऐसे लोगों को वो बहुत ही आगे ले आते हैं. കൊച്ചുകുട്ടികൾ വന്ന് തലയിൽ കൈവെക്കും. छोटे बच्चे भी सिर पर हाथ रखते हैं. സ്ത്രീകൾ വന്ന് തലയിൽ കൈവെക്കും. स्त्री आकर सिर पर हाथ रखते हैं. അത് കാണുമ്പോൾ ആളുകൾ പറയും अब इसे देखकर लोग कहते हैं ഞങ്ങൾ ഐപിസിയിൽ സൺഡേ സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്ന കാലത്ത് ഒരു പ്രോത്സാഹനവും കുട്ടികൾക്കില്ല. हमारे आईपीसी के संडे स्कूल में जब गए थे तब कोई भी प्रोत्साहन नहीं मिला. ചർച്ച കൂടി ചെന്നിട്ട് അവിടെ സന്തോഷമില്ല. चर्च ऑफ गॉड में गया, वहां पे भी कुछ आनंद नहीं. ഇവിടെയാണ് ഈ മക്കൾ ഓരോ സൺഡേയും കാത്തിരിക്കുകയാണ്. यहाँ तो बच्चे एक संडे की राह देख रहे हैं. അവർക്ക് പാട്ട് പാടാം, वहां पे गीत गा सकते हैं, അവർക്ക് ഡ്രം സെറ്റ് വായിക്കാം, वहां पे ड्रम्स बजा सकते हैं, കീബോർഡ് വായിക്കാം, कीबोर्ड बजा सकते हैं, അവർക്ക് പ്രസംഗിക്കാം, वे प्रचार कर सकते हैं. അവർക്ക് രോഗശാന്തി ഉണ്ട്, उनको रोग बीमारों के ऊपर सामर्थ है അവർ പ്രവചിക്കുന്നു. और वे नबूवत करते हैं. ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് इत्यादि चीजें उनकी पास है. इसलिए അതാണ് ശരി. और यही सही है सोचते हैं. ആ ചെറിയ കുട്ടികൾ പ്രവചിച്ചിട്ടൊക്കെ ഉണ്ട്. छोटे बच्चे भी नबूवत किए हैं അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. और हमने सुना भी है. ചില ഘട്ടങ്ങളിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാറുണ്ട്. कुछ स्तर पर परमेश्वर बच्चों का भी इस्तेमाल किया करते थे. പക്ഷേ ഈ 10 വയസ്സുകാരൻ 12 വയസ്സുകാരൻ लेकिन 10 उम्र या 12 उम्र रखने वाला, അഭിമുഖീകരിക്കാനിരിക്കുന്ന ചില ജീവിത പ്രശ്നങ്ങളും लेकिन सामना करने वाला कुछ जीवन की समस्याएं हैं. ഇതിനോട് പോരാടി വരേണ്ടതുണ്ട്. उससे लड़कर आगे बढ़ने का अवसर आएगा. ജഡമോഹങ്ങളോട് പോരാടേണ്ടതുണ്ട്.
ഒരു പ്രായമുണ്ട്. शारीरिक अभिलाषाओं पर फतह पाने का एक उम्र है. ഭൗതിക പ്രശ്നങ്ങളോട് പോരാടി ജയിക്കേണ്ട ഒരു പ്രായമുണ്ട്. आर्थिक समस्याओं के ऊपर विजय पाने का एक समय है. അത്തരത്തിൽ ഘട്ടങ്ങളെ താണ്ടിയേ നിങ്ങൾക്ക് ആത്മീയ പക്വത കൈവരിക്കാൻ പറ്റും. उस हर एक पहलू और हर एक स्तर को पार करके आप आत्मिक परिपक्वता की ओर बढ़ते हैं. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പ്രസംഗിക്കാൻ അറിയാം എന്നത് പക്വതയല്ല. तो आप अच्छे से भाषण दे सकते हैं, वो परिपक्वता नहीं है. നിങ്ങൾ ബൈബിളിലെ വാക്യങ്ങൾ മനഃപാഠം പഠിച്ചു എന്നത് പക്വതയല്ല. बाइबल का वचन आपको मुंहपाठ है, वो एक परिपक्वता नहीं. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതോ പാടുന്നതോ പക്വതയുടെ തെളിവല്ല. अन्य भाषा में गीत गाते हैं, वचन प्रार्थना करते हैं, ये परिपक्वता नहीं. നിങ്ങൾ ദീർഘനേരം പ്രാർത്ഥിക്കുന്നു എന്നത് പക്വതയുടെ തെളിവല്ല. आप बहुत लंबे समय तक प्रार्थना करते हैं, ये भी परिपक्वता की लक्षण नहीं. വചനം പറയുന്നു, वचन कहता है അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ, वे अपने नियत समय में आपको उठाने के लिए ദൈവത്തിന്റെ ബലമുള്ള കൈകൾക്ക് കീഴിൽ താണിരിക്കുക. परमेश्वर के बलवंत हाथों के नीचे दीनता से रहे. നമുക്ക് രണ്ടാളുകളിലേക്ക് പോകണം. हम दो व्यक्तियों की ओर जाना है. ഇന്നലെ സൂചിപ്പിച്ചത് മോശയാണെന്ന്. कल जैसे याद दिलाया मूसा एक, മറ്റൊന്ന് പൗലോസാണ്. दूसरा पौलुस. മോശയിലേക്ക് ആദ്യം വരാം. मूसा की ओर आए. മോശയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. मूसा के बारे में बहुत कुछ मैंने कल कहा. അദ്ദേഹത്തിന്റെ പേരിനെ പറ്റി ഇന്നലെ പറഞ്ഞു. उनका नाम के बारे में कल कहा. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലൂടെ നമുക്കൊന്ന് വരാം. उनकी सेवकाई की ओर हम आए. അന്ന് രാജ്യത്തൊരു നിയമമുണ്ട്. कभी राज्य में एक नियम था. ഈ യഹൂദ സ്ത്രീകളിൽ ആൺകുട്ടികൾ ജനിച്ചുകൂടാ. यहूदा स्त्रियों में लड़के ना जन्मे. ആൺകുട്ടികൾ ജനിച്ചാൽ അവരെ കൊന്നുകളയണം. लड़की यदि जन्मते हैं तो उनको मार डालना है. ഈ നിയമം വന്ന ശേഷമാണ് അഹരോൻ ജനിക്കുന്നത്. ये नियम आने के बाद हारून का जन्म हुआ. പക്ഷെ അഹരോനെ കൊന്നില്ല. लेकिन हारून का घात नहीं किया. കാരണം നിയമം അത്ര കർശനമായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. कारण नियम इतना कर्कश नहीं था. അതുകൊണ്ടായിരിക്കും വീണ്ടും ഒരു കുഞ്ഞുണ്ടായപ്പോ इसलिए फिर से एक बच्चा उत्पन्न हुआ. നിയമത്തെ അതിലംഘിച്ച ഒരു അഹരോൻ ഇവിടെ വളരുന്നുണ്ട്. तो नियम के विरोध में उल्लंघन करते हुए एक हारून का बढ़ोतरी यहाँ हो रहा है. മോശയും വളരട്ടെ. मूसा भी बढ़ने दो. പക്ഷെ നിയമം അപ്പോഴേക്ക് കട്ടിയായി. लेकिन नियम तब तक कड़क हो गया. നിയമവും പ്രതികൂലങ്ങളും എപ്പോഴാണ് കട്ടിയാകുന്നത്? नियम और प्रतिकूल अवस्था कब कड़क होता है? പ്രതിസന്ധി എപ്പോഴും ശക്തമാകുന്നത് എപ്പോഴാണെന്ന് പഠിച്ചിട്ടുണ്ടോ? कब समस्या बढ़ता है करके क्या आपने सीखा है? മനുഷ്യന്റെ ജീവിതത്തിൽ मनुष्य के जीवन में ഒന്നിനു പിന്നാലെ ഒന്നായിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. एक के पीछे एक आता है समस्याओं के दौर. ആ കഷ്ടതകളെ തുഴഞ്ഞു നീന്തി കയറുക പ്രയാസമാണ്. उन कष्ट के पार ये तैरना बहुत ही समस्यादायक है. 4 നൂറ്റാണ്ടൊരു ജനത പ്രാർത്ഥിച്ചു. और 4 सदियों से एक जनता प्रार्थना की, ഞങ്ങളെ ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കണം. हमें फिरौन के आधिपत्य से बचाना है, अधिकार से छुड़ाना है. ഈ പ്രാർത്ഥന മുഴുവൻ ഒരു ഉത്തരമായി രൂപപ്പെട്ടു. ये प्रार्थना पूरा एक उत्तर के तौर पर आया. 400 വർഷത്തെ ഒരു ജനതയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ മോശ എന്ന് പറയുന്നത്. 400 साल लगभग प्रार्थना का बदौलत ये मूसा का जन्म हुआ. മോശയിലൂടെയാണ് ഒരു ജനതയുടെ ഉദ്ധാരണം. मूसा के द्वारा एक जनता का छुड़ाना हुआ. മോശ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ നിയമം കുറെ കൂടി കട്ടിയായി. मूसा का जन्म जब हुआ करके समझा तब नियम कड़क होने लगा. പക്ഷേ നിയമത്തെ അതിലംഘിച്ചുകൊണ്ട് അഹരോൻ വളർന്നതുപോലെ മോശ ജനിച്ചു. लेकिन नियम का उल्लंघन करते हुए हारून का बढ़ोतरी हुआ. उसी प्रकार अब देखो मूसा जन्मा. മോശ ചെറിയ പ്രായത്തിൽ 3 മാസം വരെ മോശയെ വീട്ടിൽ ഒളിപ്പിച്ചു. मूसा छोटा उम्र में 3 महीने तक उसको छिपा के रखा. ഈ 3 മാസം വരെ ഒളിപ്പിച്ചു എന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്. ये 3 महीने तक छिपा रखा है, ये सुनने में बहुत ही अच्छा लगता है. കൊച്ചു കുട്ടികളെ വളർത്തിയ അമ്മമാരുണ്ടല്ലോ അവിടെ. छोटे बच्चों को पालन पोषण किया, बढ़ोतरी किया, माँ है यहाँ पे. നിങ്ങൾ ശ്രമിച്ചാലേ ഒരു കുഞ്ഞിനെ 3 മാസം ഒളിപ്പിക്കാമോ? आप क्या सोचते हैं और कोशिश करें तो 3 महीने का बच्चों को 3 महीने तक क्या छिपा रख सकते हैं? 3 ആഴ്ച ഒളിപ്പിക്കാമോ? 3 हफ्ता क्या छिपा सकते हैं? 3 മണിക്കൂർ ഒരു കുഞ്ഞിനെ ഒളിപ്പിക്കാമോ? 3 घंटा क्या एक बच्चे को छिपा सकता है? വലിയ പ്രയാസമാണ്. बहुत मुश्किल की बात है. 3 മാസം 3 महीना അപ്പനും അമ്മയ്ക്കും ആ വീട്ടിൽ ഉറക്കമില്ല. माता पिता को इस घर में नींद नहीं. അഹരോൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. പട്ടാളക്കാർ വരുന്നോന്ന് അറിയാം. हारून बाहर खड़ा है कि सिपाही आते कि नहीं. ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ. एक लड़की भी वहां है. मिरियाम वहां है. ഒരു കുഞ്ഞു വാവ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. एक छोटा बच्चा घर में है तो बहुत ही आनंदित है. മാതാപിതാക്കൾ പറഞ്ഞു, माता पिता कहते हैं ഈ കുഞ്ഞുവാകളുടെ വിവരമൊന്നും പുറത്ത് പറയില്ല. ये छोटा बच्चा हमारे पास है, उसका विस्तार बाहर ना करना. നമ്മളെ കൊന്നുകളയും. हमें घात करेंगे. കുഞ്ഞുവാവയെ നമ്മുടെ മുമ്പിലിട്ട് കൊല്ലും. बच्चा को हमारे आगे आंखों के सामने मार डालेंगे. അത് ഈ കഴിഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ, इसलिए जब बच्चा रोता है, അത് ചിരിക്കാൻ തുടങ്ങുമ്പോൾ जब बच्चा हंसता है, ഈ മിറിയാം ഇങ്ങനെ വായ തപ്പും.
ये मिरियाम उसके मुंह को ढकता है। മോശ അനുഭവിച്ച ബുദ്ധിമുട്ടൊക്കെ मूसा अनुभव किया हुआ समस्या को तो सोचो, കരയാൻ വയ്യ, रो नहीं सकता, ചിരിക്കാൻ വയ്യ, हंस नहीं सकता, ശബ്ദം ഉണ്ടാക്കാൻ വയ്യ. आवाज उठा नहीं सकता। വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചേ പറ്റൂ. कीमतीदार वस्तुओं को वहां पे रखा गया। പ്രാർത്ഥിച്ചു പ്രാപിച്ചതൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചേ പറ്റൂ. प्रार्थना कर प्राप्त किए हुए वस्तुओं को हम ऐसे ही संरक्षित करना अनिवार्य है। മോശയുടെ വില തനിക്കുള്ള ആ ജനത്തിന്റെ പ്രാർത്ഥനയുടെ വിലയാണ്. मूसा की कीमत उन जमानों का जो जनता की प्रार्थना के बदौलत है। നീണ്ട 3 മാസം പ്രവർത്തിച്ചു. लंबे 3 महीने तक उन्हें छिपा रखा। ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, मैं कभी-कभी ऐसा सोचता हूँ ജീവശാസ്ത്രപരമായിട്ട് അത്ര ശരിയാവില്ല. कि जीवन शास्त्र से वो सही नहीं हो सकता। ഈ തടിച്ച നാവും വിക്കുള്ള അവസ്ഥയും സംഭാഷണ പാഠവും ഒക്കെ മോശയ്ക്ക് കിട്ടാതെ പോയത് എന്താണ്? അത് മോശയ്ക്കൊരു ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായില്ല പ്രസംഗിക്കാനും. और मूसा भाषण देने में होशियार नहीं था क्योंकि उसको मोटी जबान थी और उसको तोतलापन था। ऐसा क्यों हुआ? വിക്കുണ്ടായതും നാവ് തടിച്ചതും ഒക്കെ എന്തുകൊണ്ടായി? क्यों तोतलापन हुआ? क्यों मोटा जुबान था? क्यों हुआ? ഈ കൊച്ചുകുട്ടികളെ ചിലപ്പോൾ നഴ്സ് ഈ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ചെറുതായിട്ട് ഉപദ്രവിക്കുന്ന കാണാം, തല്ലുന്നതാണ്. छोटे बच्चों को कभी-कभी ऊंची आवाज से बोलते वक्त डांटते हैं और उसको शांत करते हैं। ഈ വോക്കൽ കോഡൊക്കെ ഫങ്ഷൻ ചെയ്ത് വരാനാണ്. ये वोकल कॉर्ड थोड़ा और अच्छा फंक्शन करने के लिए है। കുട്ടി നല്ല ആരോഗ്യമുള്ള കുട്ടിയായി വരാനാണ്. बच्चा आरोग्यता के साथ बढ़ने के लिए। പക്ഷെ മോശയുടെ എത്ര കരച്ചിൽ, लेकिन मूसा का कितना रोना, അവന്റെ എത്ര ചിരി, कितना हंसी, അതൊക്കെ ഇങ്ങനെ അടക്കി വെച്ചു. उसको ढक के रखा, बंद कर रखा। അതൊക്കെ പ്രായമായപ്പോൾ ഒരു ക്ഷതമായിട്ട് കിടക്കുക. और उम्र बढ़ते बढ़ते वो उसका शारीरिक निर्बलता में बढ़ गई സംഭാഷണ ചാതുര്യമില്ല. और बोलने में वो निपुण नहीं था। വാക്കുകൾക്ക് കേട്ടാൽ ഒരു സുഖമില്ല. उसकी बोली सुंदर नहीं थी। മോശയുടെ അത്തരം വിരസമായ ശബ്ദം അതാണ്. मूसा का एकदम खराब स्वर होगा, പക്ഷെ ആ ശബ്ദത്തിന് വേണ്ടിയാണ് പ്രകൃതി കാത്തത്. लेकिन उस स्वर के लिए प्रकृति नैसर्गिक इंतजार था। ആ ശബ്ദം കേൾക്കുമ്പോഴാണ് മന്ന പൊഴിയുന്നത്. उस शब्द सुनते वक्त मन्ना गिरता है। ആ ശബ്ദം കേൾക്കുമ്പോഴാണ് ചെങ്കടൽ വഴിപിരിയുന്നത്. उस शब्द सुनते ही लाल समुद्र दो भागा होता है। ആ ശബ്ദം കേൾക്കുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നത്. उस शब्द सुनते ही परमेश्वर का अद्भुत कार्य होता है। പ്രാർത്ഥിച്ചു പ്രാപിച്ചതൊക്കെ വിലപിടിപ്പുള്ളതാണ്. प्रार्थना कर प्राप्त किए हुए चीजें कीमतीदार है। ലോകം കേൾക്കുമ്പോഴുള്ള സുഖമല്ലത്, അതിന്റെ പ്രായോഗികതയിലാണ് അതിന്റെ ശക്തി. और दुनिया सुनने वाले समान उतना आनंदमय नहीं है, सुखमय नहीं है, लेकिन उसके पीछे एक प्रार्थना की शक्ति है। 3 മാസം കഴിഞ്ഞ് അവിടെ നിൽക്കാൻ വയ്യ. 3 महीने तक छिपा नहीं रख पाए। ശബ്ദമൊക്കെ പുറത്തു വരും. आवाज तो बाहर आया ही। ഇനിയൊരു വഴിയുള്ളൂ. अब क्या मार्ग है? അവനെ കൊല്ലാൻ വയ്യ. उसको घात नहीं कर सकते, അതിനാണ് ഈ ഞാങ്ങണം കെട്ടൽ. इसलिए उसको सरकंडे में रखा। ഇന്നലെ ഞാൻ പാക്രസിനെ പറ്റിയൊക്കെ പകലാ പറഞ്ഞല്ലേ, कल रात को पैपरस के बारे में कहा था। അതിന്റെ സ്റ്റെമ്മിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്താണ് ഈ പെട്ടൽ ഉണ്ടാക്കുക. उसके जो डंडे से ये सरकंडे बनाते हैं। മാർദ്ദവമുള്ള പഞ്ഞിയും തുണിയും ഒക്കെ ഇട്ട് അത് ആ കുഞ്ഞിന് കിടക്കാൻ പാകത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി. और बच्चे को उसका कपूस बनाकर अच्छा एक तैयार किया कि बच्चा अच्छे से आराम करे। അവിടെ ഇതിനകത്തേക്ക് വെള്ളം കിടക്കാതിരിക്കാൻ ഇതിലെല്ലാം പശ കുത്തി വൃത്തിയാക്കി. और उसके अंदर पानी ना घुसे इसलिए बहुत ही अच्छे से सुरक्षा में उसको गोंद लगाकर अच्छा चिपकाया। ഈ അപ്പൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മിറിയാം അടുത്ത് നിൽപ്പുണ്ടല്ലോ. पिताजी ऐसे निर्माण करते वक्त मिरियाम पास खड़ी हैं, അഹരോൻ അടുത്ത് നിൽപ്പുണ്ട്. हारून पास खड़ा है। ഇവര് ഒരു പക്ഷേ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ടാവും, ഇതെന്തിനാ? हो सकता है मिरियाम पूछती होगी ये क्यों हो रहा है। അവന് പറയാൻ പറ്റുമോ ഞാൻ കൊല്ലാനാ? पिता बोल सकता है कि इसको घात करने के लिए। അപ്പൻ പറയാണ്, पिता बोलता है ഇത് കുഞ്ഞായ്ക്കൊരു തൊട്ടിയാ, ये बच्चा के लिए एक झूला है അതിനെ പരിലാളിക്കാനുള്ള ഒരു സ്ഥലമാണ്. और उसको संरक्षण करने का एक जगह है। ഈ മിറിയാമിന് ഭയങ്കര ഉത്സാഹമായി. मिरियाम बहुत ही उत्साहित हो गई। ഈ കുഞ്ഞിന് വാങ്ങുന്ന ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. बच्चा को जो खरीद के देते हैं वो बहुत पसंद करती है। അതവളുടെ കുഞ്ഞാവയാണ്, उसका बच्चा है അതവൾ പ്രാർത്ഥിച്ച് കിട്ടിയാണ്. और उसने प्रार्थना की है इसलिए मिला है। ആ കുടുംബം പ്രാർത്ഥിച്ച് കിട്ടിയാണ്. परिवार की प्रार्थना की बदौलत है। പക്ഷേ ഈ കുട്ടി ചോദിക്കുന്നതിനനുസരിച്ച് അപ്പന്റെ ദുഃഖം വർദ്ധിക്കുകയാണ്. लेकिन बच्चा जैसे जैसे पूछती हैं वैसे इस पिता का दुख बढ़ता है। ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. कभी कभी हमारे बच्चे कुछ सवाल करते हैं, ഉത്തരമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചിന്തിക്കും. उत्तर नहीं है ऐसे स्तर पर हम खड़े होते हैं ഉള്ളം ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കും. और अंदर ही अंदर हम घसीटते जाते हैं। ഒരു വിധത്തിൽ അമ്മയുടെ പക്കൽ നീ കുഞ്ഞിനെ എടുത്ത് കിടത്തി.
और एक मुश्किल से माँ के पास से उस बच्चे को यहाँ पर उस सरकंडे में रखा। അപ്പൊ ഇതിനെ കൊണ്ട് പോവാണ്. पिता उसको लेकर जा रहा है। മിറിയം കൂടെ പോവാണ്. मरियम साथ में है। ഈജിപ്തിലെ നൈൽ നദിയിൽ ഒഴുക്കി. इजिप्ट के नील नदी में उसको बहा दिया। നൈൽ നദി അവരുടെ ദേവനാണ്. नील नदी उनके देवता है। അവിടെ മുതലകളുണ്ട്. वहाँ पे क्रोकोडाइल है। മാത്രമല്ല मगरमच्छ है। ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് നൈൽ. और दुनिया का ही सबसे बड़ा नदी है नील नदी। സമൃദ്ധമായ വെള്ളമുണ്ട് അവിടെ. और बहुत ही समृद्धि में पानी वहाँ पर है। അതിങ്ങനെ ഒഴുകുക. वहाँ वो बह रहा है। ഈജിപ്തുകാരുടെ പ്രധാന ദേവൻ സൂര്യനാണ്. मिस्र का सबसे प्रमुख रखने वाला देवता जो है सूर्य है। അപ്പൊ സൂര്യനും ഈ നൈൽ നദിയും കൂടാതെ 2000-ലധികം ദേവതാ ഗണങ്ങളുണ്ട്. और ये सूर्य और नील नदी के अलावा 2000 के तादाद में उनको देवता है। അപ്പൊ ഇതിലൂടെ ഇങ്ങനെ ഒഴുകുക. और इसमें से बह रहे हैं। അവൻ സൂര്യനെ കണ്ട് ചിരിച്ചു. वो सूर्य को देखकर हंसा। കാലും കൈയൊക്കെ ഇട്ടടിച്ചു. हाथ पैर हिलाया। ആ കുഞ്ഞിന് മരണഭീതിയില്ല. और वो बच्चा को मृत्यु की भीति नहीं। പൈശാചിക ശക്തികളൊക്കെ അതിനെ തകർക്കും എന്നിങ്ങനെ കാത്തു നിൽക്കുക. शैतानी शक्ति उसको मारने के लिए, घात करने के लिए इंतजार में है। പൈതൽ എന്ത് ഭവിക്കും? बच्चा का क्या होगा? ആ മോള് തിരക്കി നിൽക്കുക. वो बेटी जो है इंतजार में है। പിന്നീടുള്ള മോശയുടെ ജീവിതം നമുക്കറിയാം. बाद में मूसा का जीवन की चर्या हम जानते हैं। 40 വർഷം. 40 साल। അടുത്ത 40 വർഷം. अगला 40 साल। 80 വയസ്സ്. और 80 साल हो गया। 80 വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 80 साल का एक मनुष्य से क्या हो सकता है? ഈ അടുത്ത 40 വർഷം അമ്മാവിയപ്പന്റെ ആടുകളെ തീറ്റിയതിൽ കുറവായിട്ട് ആളുകൾ പറയാറുണ്ട്. 40 साल जो है अपने ससुर जी के भेड़ बकरियों को चराना एक बहुत ही कमजोरी की बात लोग सोचते हैं और बोलते हैं। അതിൽ കുറവൊന്നുമല്ല. कोई कमजोरी नहीं है। ആ 40 വർഷങ്ങൾ वो 40 साल ആടുകളോടൊത്തുള്ള ജീവിതം भेड़ बकरियों के साथ जीवन 600,000 നടത്താനുള്ള പരിശീലന കളരിയായിരുന്നു. और हजारों के तादाद में लोगों को चलाने का एक प्रशिक्षण था। കൂട്ടത്തിൽ ഇടിക്കുന്ന ആളുകളുണ്ട്. संग में मारने वाला बकरे हैं। കുസൃതിയുള്ള ആളുകളുണ്ട്. शरारती बकरे हैं। പലതരത്തിൽ ആടുകൾ. और बहुत सारे भेड़ बकरियां प्रकार के हैं। ഇവയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. इनको अच्छी तरह मैनेज करना है। ഒരു ദിവസം और एक दिन ദൈവം ഇടപെട്ടു. परमेश्वर ने कार्य किया। മുൾപ്പടപ്പിലെ തീയാണ്. और जलती झाड़ियों के बीच ജ്വാലയ്ക്ക് നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം. उस ज्वाला के मध्य में परमेश्वर का सानिध्य। ദൈവം മോശയെ വിളിച്ചു. परमेश्वर ने मूसा को पुकारा। മോശ അമ്പരന്നുപോയി. मूसा तो हैरान हो गया। മോശ പുനഃസമർപ്പണം ചെയ്യേണ്ടി വന്നു. मूसा पुनः समर्पण करना पड़ा। അവിടെ ഒരു കാര്യം പറഞ്ഞു. वहां पे एक बात हुआ। ഞാൻ വിക്കലും തടിച്ചനാവുള്ളവനാണ്. मैं तो तोतला हूँ और मोटा जबान रखने वाला हूँ। പ്രസംഗ പാഠമില്ല. और प्रचार नहीं मालूम। എനിക്ക് കഴിവൊന്നുമില്ല. मुझे तो निपुणता नहीं। വയസ്സ് 80. और उम्र 80। പക്ഷെ തമ്പുരാൻ പറ്റില്ല. तब प्रभु ने नहीं छोड़ा। നിനക്കൊപ്പം പിറവി കൊണ്ട പലരും और तेरे पीछे बहुत मेहनत किए हुए लोग ഇന്ന് ഭൂമുഖത്തില്ല. आज पृथ्वी में नहीं है। ഞാൻ നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. मैं तेरे लिए इन्वेस्ट किया हूँ, मेहनत किया हूँ। ഞാൻ നിനക്ക് വേണ്ടി ചെലവിട്ടു. मैं तेरे लिए खर्च किया हूँ। നിന്റെ പ്രാണനെ വീണ്ടെടുത്തു. तेरे प्राण को बचाया। നിന്നെ എനിക്ക് വേണം. तुझे मैं चाहता हूँ। നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. तेरा मैं इस्तेमाल करूंगा। ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ 80 വയസ്സുള്ള നമ്മുടെ യൗവനത്തിലേക്ക് തിരികെ എത്തും. परमेश्वर की आवाज यदि सुने तो 80 उम्र रखने वाले हम भी जवानी में आएंगे। നമ്മുടെ ക്ഷീണമൊക്കെ മാറും. हमारे थकान हट जाएंगी। പക്ഷേ ഈ വിക്കൊന്ന് മാറ്റി കൊടുക്കണം അല്ലേ? लेकिन ये तो तोतलापन तो हटाना था ना। ഈ വിക്കൊന്ന് മാറും. ये तोतलापन हटना है। വിക്ക് മാറിയ സംഭാഷണമൊക്കെ കേൾക്കാൻ ഒരു സുഖമുണ്ട്. और तोतलापन यदि हटता है तभी संभाषण बोलने की रीति में एक अच्छाई लगता है। ഈ ചെങ്കടലും രണ്ടായി കീറാൻ ദൈവകൃപ കൂടെ ഇരുന്നവന്റെ വിക്കൊരു ചെറിയ കാര്യം. ये लाल समुद्र को दो भाग करने का सामर्थ्य रखने वाले का जो तोतलापन है वो छोटी बात है। അങ്ങനെയെങ്കിൽ ഈ വിക്കത്തെ മാറ്റാതെ तो फिर ये तोतलापन क्यों नहीं हटाया? ഒരു കാര്യം പഠിച്ചു, ചിലവൊന്നും മാറൂല. तब एक बात सीखा है, कुछ कुछ चीजें हटती नहीं हैं। ചിലവൊന്നും മാറത്തില്ലെന്ന്. कुछ कुछ चीजें हटती नहीं हैं। വിഷമായോ? क्या आप दुख हो गए? ചിലതൊന്നും പ്രാർത്ഥിച്ചാൽ മാറൂല. कुछ कुछ चीजें प्रार्थना करने पर भी नहीं हटेगा। അതങ്ങനെ ഉൾക്കൊള്ളുന്നതിന്റെ പേരാണ് പക്വത. वो उसको उसी प्रकार स्वीकारने का नाम है परिपक्वता। അതാണ് ആത്മീയ പക്വത. वही आत्मिक परिपक्वता है। മോശ എങ്ങനെ ആ പക്വത കൈവരിക്കുന്നറിയില്ല. मूसा ने किस प्रकार उस परिपक्वता को स्वीकारा। സംഭാഷണ പാഠവുമുള്ള और भाषण करने में निपुण रखने वाला, കേൾക്കാൻ നല്ല ഇമ്പമുള്ള പ്രസംഗ പാഠവുമുള്ള, सुनने में बहुत ही माधुर्य रखने वाला एक प्रचार। 600,000 ഒരുത്തൻ എന്ന് പറഞ്ഞാലും ചെങ്കടൽ വഴി മാറില്ല. हजारों हजारों
1000 लोग में से एक भी आकर कहे तो भी लाल समुद्र दो भाग नहीं होगा। ഞാൻ വിക്കി വിക്കി പറഞ്ഞാൽ മതി, ഇത് കേട്ട നിമിഷം പറഞ്ഞതെന്തോ അത് സംഭവിക്കും. लेकिन मैं तोतला होकर कहे, लेकिन उसमें सामर्थ है कि लाल समुद्र दो भाग हो जाए। അപ്പൊ ചിലതരം ബലഹീനത, ചിലതരം വീക്ക്നെസ് നമ്മുടെ ശക്തിയാണ്, സ്ട്രെങ്ത് ആണ്. कुछ कुछ बलहीनता हमारी सामर्थ बन जाती है അതിനെ അങ്ങനെ ഉൾക്കൊള്ളുന്നതാണ് പക്വത. और उसको उसी प्रकार स्वीकारना है हमारी आत्मिक पक्वता, परिपक्वता। ഇത് വെറുതെ വെച്ചിരിക്കുകയല്ല. ये ऐसा ही नहीं रखा है। ഇയാള് ഈ സംഭാഷണത്തിന്റെ മധ്യ ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ പരതി 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 ഒരു വാക്ക് പറഞ്ഞു ഒപ്പിക്കുമ്പോ, ये अपने वार्तालाप के बीच में एक वचन, एक शब्द नहीं मिल रहा है, उसके बीच में ढूंढ ढूंढ कर एक शब्द निकाला। അയാളൊന്ന് ഇറിറ്റേറ്റഡ് ആവും वो സ്വയം. बहुत ही तंग में आया, കേൾക്കുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. सुनने वाले हम भी तंग में आए। അയാൾ ഇറിറ്റേറ്റ് ആയി കഴിയുമ്പോ वो इरिटेट हो गया, ഒരു ഓർമ്മ തന്റെ ജീവിതത്തിലേക്ക് വരും. एक स्मरण उसके जीवन में ആ आएगा। ഓർമ്മ എന്താ? वो स्मरण क्या है? അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, माँ ने बोला है, കുഞ്ഞേ ए बेटा, നിന്റെ എത്ര കരച്ചിൽ, तेरा कितना रोना, നിന്റെ എത്ര ചിരി, तेरा कितना हंसी, നിന്റെ എത്ര സന്തോഷ പ്രകടനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട്. तेरे कितना आनंदमय प्रकटीकरण उसको हमने ढक के रखा है। അന്ന് നിന്റെ ശബ്ദം പുറത്തു വന്നാൽ ഒരു ജനത മുഴുവൻ നശിക്കും. उस समय यदि तेरा आवाज बाहर आए तो एक जनता पूरा नष्ट हो सकती है। അപ്പോഴേ ഇന്ന് നിന്റെ ഈ ശബ്ദം ഇങ്ങനെ അടച്ച ശബ്ദം വരുമ്പോൾ ഓർക്കണം, ഒരു ജനതയുടെ മുഴുവൻ വിടുതലിന്റെ ഓർമ്മപ്പെടുത്തൽ ഈ ശബ്ദത്തിലുണ്ട്. इसलिए आज तेरा दबा हुआ इस आवाज को देखकर याद करना कि एक जनता का पूर्ण हालेलुया छुटकारे का आवाज तेरे अंदर है। ഒരു ജനതയുടെ മുഴുവൻ കണ്ണുനീരിന്റെ പ്രതിഫലമാണ് നിന്റെ ഈ ശബ്ദത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. एक जनता का पूर्ण रोने की, आंसुओं की, प्रार्थना की बदौलत है तेरा ये छुटकारा, तेरा ये शब्द का दबाव। നീ പോകുന്നിടത്തൊക്കെ ഈ ശബ്ദം നിനക്കൊരു കുറവായിരിക്കില്ല. तू जहां जहां जाएगा वहां वहां ये शब्द, ये आवाज तुझ तेरे लिए कमजोरी बनेगी, അത് നിനക്കൊരു ബലമായിരിക്കും. लेकिन तेरे लिए वो कमजोरी एक बल होगा, അത് നിനക്കൊരു ശക്തിയായിരിക്കും. वो तेरे लिए शक्ति होगा, അത് നിന്നെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. वो तेरे अनुगमन करेगा। ഈ ശബ്ദമാണെന്ന് ഓർത്ത് നിന്നെ ആരും അനുസരിക്കാതിരിക്കില്ല. ये स्वर है बोलकर तुझे कोई अनाज्ञाकारी नहीं होगा। നാളെ യോശുവയെ കണ്ടിട്ട് ജനം പറയും, कल यहोशू को देखकर लोग कहेंगे, യഹോവ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരുന്നാൽ മതി. यहोवा जैसा मूसा के साथ रहा वैसे ही तेरे साथ भी रहने पाए। അപ്പൊ ഈ നീക്കത്തിന് तो ये तोतलापन क्यों? വന്ന വഴികൾ മറക്കാതിരിക്കേണ്ടതിന് ले आए हुए मार्ग ना भूलने के लिए ഇതവിടെ ഇരിക്കട്ടെ. ये ऐसे ही रहने दो। ചില കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ कुछ चीजें ऐसे है, അങ്ങനെ പോവില്ല. ऐसे ही नहीं जाएगा। വന്ന വഴികൾ മറക്കാൻ പാടില്ല. आए हुए राह को ना भूले, നടത്തിയ ദൈവത്തെ മറക്കാൻ പാടില്ല. चलाए हुए परमेश्वर को ना भूले, രാത്രികാലങ്ങളിൽ നമുക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചവരെ മറക്കാൻ പാടില്ല. रात्रि काल में हमारे लिए नींद खराब करके प्रार्थना किए हुए को ना भूले, ചിലവിട്ടവരെ മറക്കാൻ പാടില്ല. हमारे लिए खर्च किए लोगों को ना भूले, കഷ്ടപ്പെട്ടവരെ മറക്കാൻ പാടില്ല. हमारे प्रति कष्ट सहे हुए लोगों को ना भूले। ഞാൻ യുകെയിലായിരുന്നപ്പോ मैं जब यूके में था, ഒരു രാത്രി ഒരു ഫോൺ വന്നു. एक रात्रि काल एक फोन आया। ഒരു പരിചയമുള്ള ഒരാളിന്റെ ഒന്നുമല്ല, एक परिचित व्यक्ति का नहीं था, ഒരു പെൺകുട്ടിയാണ്. एक बहन है, एक लड़की है। അവള് ലണ്ടൻ ഹിത്രൂ എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങി. वो लंदन हिथ्रो एयरपोर्ट में आप पहुंची എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. और नहीं जानती कि कहाँ जाना है। നമ്മുടെ നാട്ടിലൊക്കെ ഈ ഏജൻസികൾ അവിടെ കൊണ്ടിങ്ങനെ വിട്ടിട്ട് വേറെ ഉത്തരവാദിത്വമൊന്നും കാണിക്കില്ല. हमारे गांव की एजेंसी जो है वहां पर छोड़ देते हैं, फिर बाकी जो जिम्मेदारी है नहीं निभाते हैं। ഫേസ്ബുക്കിൽ എങ്ങനെയോ എടുത്തെടുത്തെടുത്ത് എന്റെ ഫോൺ നമ്പർ കിട്ടി. फेसबुक में ढूंढ ढूंढ कर कैसे तो भी मेरा फोन नंबर मिला। പാസ്റ്റർ ജി, हे पास्टर जी, ഞാൻ ഇവിടെയാണ്. मैं यहाँ पर हूँ, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. मैं नहीं जानती हूँ कैसे आगे बढ़ना है, എങ്ങോട്ടെങ്കിലും എന്നെ കൊണ്ടുപോകും. कहीं पर भी मुझे ले जाओ। ഞാൻ പറഞ്ഞു, മക്കൾ പേടിക്കുന്നില്ല. मैंने बोला कि बेटी आप शांत रहे, आप डरे नहीं, ഒന്നും പേടിക്കില്ല. डरने की जरूरत നീ नहीं। കുറേ നേരം അവിടെ നിൽക്ക്. तू थोड़ा देर और वहां रुक, നീ അവിടെ നിന്നോർത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. तू वहां रुके तो मैं दुखित नहीं होगा, നിന്നെ ദൈവം അവിടെ നിർത്തിയേക്കാം. कारण परमेश्वर तुझे वहां खड़ा करेगा। നാളെ നീ വലിയ ആളാകുമ്പോ कल जब परमेश्वर, कल तू बड़ी एक व्यक्ति ഈ बनेगी। എയർപോർട്ടിൽ ഇനിയും വരും ഇതുപോലെ പിള്ളേര്. ये एयरपोर्ट में अनेक व्यक्ति ऐसे आएंगे, അന്ന് അവരെ ഓർക്കാൻ നിനക്ക് ദൈവം ഒരു അനുഭവം തരിക. तब उनको स्मरण करने के लिए परमेश्वर तुझे एक अनुभव दे रहा है। ചിലതരം ഞെരുക്കങ്ങൾ അങ്ങനെയാണ്. कुछ कुछ दबाव ऐसा है, ചിലതരം കഷ്ടതകൾ അങ്ങനെയാണ്. कुछ कुछ कष्ट ऐसे है। നീ കാലാവടക്കുമ്പോൾ മുഴുവൻ വെറുക്കരുത്. आप
आप खलिहान से पूरा काटना नहीं, ചിലതൊക്കെ അവിടെ ഇട്ടേക്കണം. कुछ कुछ वही छोड़ दो। അത് അന്യനും പരദേശിക്കുള്ളതാണ്. वो अन्य लोगों के लिए और परदेशी लोगों के लिए है। നീ മിസ്രയീമിൽ അന്യനും പരദേശിയുമായിരുന്നല്ലോ. तू मिस्र में अन्य था और परदेशी था। വന്ന വഴികളെ നമുക്ക് ഓർക്കണം. आए हुए राह को हम याद करें, നടത്തിയ ദൈവത്തെ ഓർക്കണം. चलाया हुआ परमेश्वर को याद करें, നന്ദി കെട്ട മനസ്സ് ജീവിതത്തിൽ നിന്ന് പോകണം. और ना धन्यवाद रहित एक मन को हटा दे। വേദനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ അവൻ തരുന്ന ഇതിനാണ്. दर्द हमारे मन में कभी भी नहीं हटता है, वो इसलिए वो प्रदान करता है। ദൈവവചനത്തിന് നമ്മളെ പൂർവ്വകാലങ്ങളെ ഓർമ്മപ്പെടുത്താൻ കഴിയും. परमेश्वर के वचन को हमारे पूर्व काल के बारे में स्मरण दिलाने की शक्ति है। ഞാൻ താമസിച്ച വീട്ടിലെ കർത്തദാസനെ വിളിച്ചു. मैं रहा हुआ घर के परमेश्वर के दास को बुलाया। ഒരു മോളവിടെ നിൽപ്പുണ്ട്. एक बेटी वहां खड़ी है, ഇപ്പൊ തന്നെ പോകണം. अभी ही जाना है। അദ്ദേഹം കേട്ടു, കാര്യങ്ങളൊക്കെ കേട്ടു. वो समझ गया क्या हो रहा है, समझ गया। 3 മണിക്കൂറാ യാത്ര. 3 घंटे का सफर है। രാത്രി പോയി അവളെ കളക്ട് ചെയ്തു. रात्रि वहां पे उसको कलेक्ट किया। ദൈവദാസൻ വീട്ടിൽ കൊണ്ടുവന്നു. परमेश्वर के दास ने उनको घर ले आए। അവളെ വീട്ടിൽ വിളിച്ചു. वहां पे उसके घर को फोन किया। മാതാപിതാക്കൾ പൊട്ടിക്കരയാണ്. माता पिता बिलक बिलक कर रो रहे हैं। അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു, तभी मैंने इस प्रकार कहा, എനിക്കൊരു സങ്കടമില്ല. मुझे इसको सुनकर दुखित नहीं हूँ, എന്റെ മക്കൾ ഇങ്ങനെ അനുഭവിച്ചാലും സങ്കടമില്ല. कारण मेरे बच्चे भी ऐसा अनुभव किया तो भी दुखित नहीं हूँ। നാളെ വരുന്നവരെ ഓർക്കാനാണ് ചില അനുഭവങ്ങൾ. कल आने वाले लोगों को स्मरण करने के लिए कुछ अनुभव अभी दे रहे हैं। നാളെ പിന്നാലെ വരുന്നവരെ ഓർക്കണം. आपके पीछे आने वाले लोगों को आप याद करना है। കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം ഉണ്ടായി. और पिछले हफ्ते एक अनुभव हुआ। ഞാൻ വലിയ മാനസികമായിട്ടൊക്കെ ഭാരപ്പെട്ടിരിക്കുകയാണ്. मैं बहुत ही ज्यादा मानसिक तनाव में था। അത്യധിക വേദനയിലൂടെ കടന്നുപോയാണ്. अत्यधिक दर्द के साथ मैं भीग रहा था। ഒരു മാസമായിട്ട് പ്രസംഗമൊന്നും യൂട്യൂബിലില്ല. 1 महीने से प्रचार यूट्यूब में नहीं है। അല്ലാതെ വീക്കായി. बहुत ज्यादा कमजोर हो गया, വല്ലാത്ത പ്രതിസന്ധി. बहुत ज्यादा समस्या। ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വരാൻ एक परमेश्वर के दास प्रार्थना के लिए उनके घर में मुझे बुलाया। അവിടെ ചെല്ലുമ്പോൾ സമാനമായ ഒരു അനുഭവം. वहां पे कुछ ഈക്വലായിട്ടുള്ള ഒരു അനുഭവം. और वहां पे पहुंचते वक्त एक समान एक अनुभव हुआ। അദ്ദേഹത്തിന്റെ മോള് യുകെയിലാണ്. उनके बेटी भी यूके में है അത് പഠിക്കാൻ പോയതാണ്. और वो सीखने के लिए गई हैं। 5 लाख रुपए പെട്ടെന്ന് പറയും. और 5 लाख रुपए तुरंत भरना है। ഈ ഏജൻസി ഒന്നും ഇവിടെ വെച്ച് പറയില്ല. एजेंसी यहाँ पर कुछ नहीं बोलती है, അവിടെ ചെല്ലുമ്പോഴറിയും. वहां पहुंचने के बाद समझ में आता है। നാളെ രാത്രിയാണ് അടക്കേണ്ടത്. और कल रात वो रकम भरना है। തലേന്ന് എന്നെ കണ്ടു പറയാം. और पिछले दिन मुझे मिलकर कहती हैं, നമ്മുടെ രാത്രി, നമ്മുടെ സമയം രാത്രി, हमारे रात में, हमारे समय के रात में। നമ്മളെ പേടിക്കണ്ടെന്നേ. मैंने बोला कि डरो मत, ഒന്നും പേടിക്കണ്ടെന്നേ. कुछ भी डरने की जरूरत नहीं, ഭയപ്പെടാതെ. डरो मत। എനിക്കൊരു കൂട്ടുകാരനുണ്ട്. और मेरा एक दोस्त वहाँ है, ഒരു അച്ഛനാണ്. एक भाई है, ഞാൻ വിളിച്ചു. मैंने उसको बुलाया। അച്ഛൻ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ये भाई ऐसा एक समस्या है, പുള്ളി ഈ പരിക്കൽ സ്വഭാവക്കാരനാണ്. वो बहुत ही कड़क स्वभाव रखने वाला है, പെട്ടെന്ന് ചൂടാവും. जल्दी गुस्सा आता है। ഈ പെട്ടെന്ന് ചൂടാകാനൊക്കെ നല്ല മനുഷ്യരാണ്. जल्दी गुस्सा करने वाले अच्छे मनुष्य हैं, ശബ്ദം എടുത്ത് പറയുന്നൊക്കെ നല്ല മനുഷ്യരാണ്. आवाज से बोलने वाले अच्छे मनुष्य हैं। പുള്ളിയുടെ ചൂടായി. और मुझे बहुत ही गर्म किया। ഞാൻ ഈ 5 ലക്ഷം രൂപ എവിടുന്നുണ്ടാവും? मैं ये 5 लाख रुपए कहाँ से लूंगा? ഞാൻ എനിക്കറിയില്ല, ക്യാഷ് അടയ്ക്കാം. मैंने बोला कि ये मैं नहीं जानता, आप कैश भरिए। പാസ്റ്റർ ഈ പള്ളിക്കെട്ടെല്ലാം പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. पास्टर ये सारे गड़बड़ी मेरे सामने क्यों ले आ रहे हैं? ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തോ ചെയ്യുന്നു. मैंने बोला कि अब क्या करें? അവർ തരും. वो देगी। ഇദ്ദേഹത്തിന് വേണ്ട ചുറ്റുപാടുള്ള ആളാണ്. ഇച്ചിരി സമയം കിട്ടും. और इसके लिए एक अच्छा जरूरतमंद व्यक्ति है, लेकिन समय की जरूरत है। ഫ്രോഡൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടപെടത്തില്ല. फ्रॉड व्यक्ति नहीं है, नहीं तो हम उसमें नहीं लाएंगे। പാസ്റ്റർ ഒക്കെ ശരിയാ, പക്ഷേ പൈസ ഇപ്പൊ എന്ത് ചെയ്യും? ये पासवान ये सब बात सही है, लेकिन पैसा कहाँ से? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഞാൻ യുകെ ഇരിക്കുന്ന അച്ഛൻ 5 ലക്ഷം രൂപ ചോദിക്കും. എന്തോ ഈ പറയുന്നത്? मैंने बोला कि मुझसे क्यों पूछ रहे हो? आप यूके में बैठे हो, आपसे 5 लाख रुपए पूछ रहे हैं, तो आप देना। ഞാൻ പറഞ്ഞു വേറൊന്നും വേണ്ട, പെണ്ണിനെ വിളിച്ചൊരു ആശ്വാസം പറ. मैंने बोला कि और कुछ भी मत करो, लेकिन उस बेटी को बुलाकर फोन पर उसको आश्वासन का वचन बोलो। പുള്ളി വിളിച്ചു. उसने फोन किया। ചെറിയ ആശ്വാസം പറയാൻ വിളിച്ചാൽ അത് വേറെ പ്രശ്നമാണ്. और छोटा आश्वासन बोलने के लिए बुलाते हैं, लेकिन दूसरा समस्या होता है। അതൊരു ഈ ഇറച്ചി വെട്ടുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടു. पहले एक मांस काटने वाला व्यक्ति उद्धार पाया। ഈ പുള്ളി നല്ല മനുഷ്യനാണ്. वो अच्छा व्यक्ति है, പക്ഷേ ഒരു കൊമ്പം വീശിയൊക്കെ ഉണ്ട്. लेकिन उसका बड़ा मुची है। അവിടെ ഒരു പെമ്പച്ച ഇറച്ചി മേടിക്കാൻ ചെന്നു. वहां पे एक बेटी मांस लेने के लिए आई। പുള്ളിക്കാരി ഈ കത്തി ഇങ്ങനെ തേച്ചിട്ട് ചോദിച്ചു പേരെന്താണ്? वो चाकू ऐसा कर करके पूछा कि नाम क्या है? അത് പേര് പറഞ്ഞു. वो नाम बताई। പുള്ളി ആ ഒരു മാംസത്തിൽ ഒറ്റ വെട്ട് വെട്ടി ചോദിച്ചു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? उसने मांस पर जोर से वार कर कर पूछा, यीशु को उद्धार करता करके स्वीकारी है? ഇല്ലെന്ന് പറഞ്ഞു. उसने बोला नहीं। ഇതിന് വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പൊ സുവിശേഷം കേട്ടിട്ടില്ലേ? उसने बोला कि तब सुसमाचार नहीं सुना क्या? ഒരു 3-4 വെട്ട് കഴിഞ്ഞപ്പോൾ കൊച്ചു ഓടി ഇറച്ചി മേടിക്കാൻ. 3-4 बार मारने के बाद बेटी भाग गई। പുള്ളിക്കാരൻ പേടിച്ചത് എന്താ? वो डर गया, क्या हुआ? ചില സംഭാഷണം ഇങ്ങനെ कुछ संभाषण ऐसा है, നമ്മളൊരു ആശ്വാസനെ വിളിച്ച हम एक आश्वासन के लिए बुलाए हैं। പരിക്ക മനുഷ്യൻ
लेकिन कड़क मनुष्य। വിളിച്ചു കുഞ്ഞെ നീ ഇങ്ങോട്ട് കയറി വന്ന് എന്തിനാണ്? उसने बोला कि बेटी तू यहाँ पर क्यों आया? പക്ഷെ അതിലും വലിയ കാര്യം और बेटी और रोने लगी ഞാൻ ഇടപെട്ടത് ക്ലിയറായി. और वो ऐसा इसके बीच में बोला, वो और गड़बड़ी हो गई। ഞാൻ പിന്നെ വിളിച്ചു. मैंने फिर से बोला, ഞാൻ പറഞ്ഞു അച്ഛാ നീ അവിടെ ചെന്നതേ हे भाई तुम वहां पहुंचा, നേരെ ഇങ്ങനെ ഫ്ലൈറ്റ് നേരെ അങ്ങോട്ട് ഇറങ്ങി फ्लाइट में उतर कर ऐसे सीधा उतर कर नहीं गए। എത്ര കാല് പിടിച്ചു, कितने लोगों का पाँव पकड़ा, എത്ര കരഞ്ഞു. कितना रोया। അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെ അവിടെ ചെന്നു. भाई तुम भी ऐसे ही एक दिन गए थे वहां, അച്ഛനെ സഹായിച്ച എത്ര മനുഷ്യരുണ്ട്. और आपको मदद किए हुए कितने लोग थे? പുള്ളി കരയാൻ തുടങ്ങി. रोने लगा। കോട്ട പാസ്. जाने दो पास। ഞാൻ പറഞ്ഞു അത് മതി. मैंने बोला कि ऐसा वही होना है। അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. बच्ची को, बेटी को बुलाओ। പുള്ളിയൊക്കെ ചെന്നു. वो तुरंत गया। മോള് വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു. बेटी आप घर आ जाओ बोला। വേണ്ടതെല്ലാം ചെയ്തു. जितना भी जरूरत है सब कुछ उसके लिए प्रबंध किया। പൈസ പതുക്കെ അടച്ചാൽ മതി. पैसा धीरे भरे। പുള്ളി കയ്യിലെടുത്ത് കൊടുത്തു. वो अपने हाथ से भर दिया, കയ്യിലില്ല ആരണ്ടൊക്കെ വാങ്ങി അടച്ചതാണ്. और हाथ में तो नहीं था लेकिन किसी से मदद मांगी और भर दिया। അത് തിരിച്ചു കൊടുക്കുന്ന മനുഷ്യരാണ്. और वापस देने वाले भी लोग हैं। ഈ തിരിച്ചു കൊടുക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ये वापस मिलेगा वो बातें रुक जाए। നിങ്ങൾക്കൊരു നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ദൈവമാണ് തരുന്നതെങ്കിൽ ഉപേക്ഷിച്ച് കളയരുത്. आपको भलाई करने का एक अवसर यदि परमेश्वर की ओर से है तो उसे तिरस्कार ना करे। ചിലതരം കാര്യങ്ങൾ അങ്ങനെയാണ്. कुछ चीजें ऐसे हैं। ആ കുട്ടിയുടെ മുഴുവൻ ജീവിതത്തിന്റെ വഴിത്തിരിവാണ് ആ ചെറിയ പൈസയിലൂടെ സാധിക്കുന്നത്. वो बेटी का जीवन का पूर्ण एक मोड़ उस पैसे से आया, पैसे के बदौलत। ഈ മനുഷ്യനെ വിളിച്ച് കരയുകയാണ്. ये लड़का, ये व्यक्ति मुझे बुलाकर फोन कर रोता है, പിന്നെയും പിന്നെയും കരയുകയാണ്. बार बार रोता है, സന്തോഷം കൊണ്ടും വേദന കൊണ്ടും. आनंद के साथ और दर्द के साथ। ഒറ്റപ്പെട്ടൊക്കെ വിശ്വാസത്തിൽ തീരുന്ന മനുഷ്യരുടെ अकेला विश्वास जीवन में आने वाले व्यक्तियों का അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ऐसे डरे नहीं। ലോകം മുഴുവൻ നമുക്ക് ബന്ധുക്കളല്ലേ. दुनिया पूरा हमारा संबंध, हमारा रिश्तेदार है। ഈ നാട് മുഴുവൻ ലോകം മുഴുവൻ നമ്മുടെ സഹോദരങ്ങൾ കിടക്കല്ലേ. ये गांव पूरा, ये दुनिया पूरा हमारे रिश्ते में है। നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കിടക്കല്ലേ. परमेश्वर हमारे लिए इंतजाम करने वाले हजारों हजारों व्यक्तियां हैं। ഇതിനകത്ത് ചില അനുഭവങ്ങൾ, इस अनुभव इसमें है। അനുഭവങ്ങളില്ലെങ്കിൽ കൃത്യ ജീവിതമൊന്നുമില്ല. अनुभव नहीं तो मसीह जीवन कुछ भी नहीं। പക്വതയിലേക്ക് വരണം. तो परिपक्वता की ओर हमें बढ़ना है। പക്വതയിലേക്ക് വരുന്ന വലിയൊരു വിഷയം. परिपक्वता की ओर आना एक अलग विषय है। രോഗശാന്തി കിട്ടിയിരുന്ന और बीमारी से चंगा हुआ उससे नहीं, മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവര്, महा बीमारी से चंगे हुए लोग കഷ്ടപ്പാടുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവര്, और तंगी से छुटकारा पाए हुए लोग ഇത് സാക്ഷി പറഞ്ഞിട്ടുണ്ടോ? गवाही दिया है। എനിക്കും ദൈവം രോഗശാന്തി തന്നിട്ടുണ്ട്. मुझे भी परमेश्वर ने बीमार हुआ था तब चंगाई दिया। ഞാനിതാരോടും പറയാറില്ല. मैं किसी से नहीं बोला, സാക്ഷിയും പറയാറില്ല. गवाही भी नहीं देता। അതിന് സാക്ഷി പറയാത്ത क्यों नहीं गवाही देते हैं? ഇനി നിങ്ങൾ എന്നോട് വിയോജിക്കാൻ സാധ്യത. अब आप मेरे विरुद्ध में विचार कर सकते हैं। ഈ ബൈബിളിൽ ये बाइबल में है, രോഗശാന്തി കർത്താവ് കൊടുത്തു കഴിഞ്ഞ ശേഷം चंगाई प्रभु देने के बाद പിരിയാൻ നേരം ഒരു വ്യവസ്ഥ വെക്കും. और जब चले जाने की कहते हैं तब एक व्यवस्था भी रखते हैं। ആരോടും പറയും. किसी से ना कहना। अरे ये कैसी बात है? ആരോടും പറയും. किसी से ना कहना। ക്യാൻസർ ഉണ്ട്, कैंसर है, ട്യൂമർ ഉണ്ട്, ट्यूमर है, നമുക്ക് മറ്റ് വിവരിക്കാനാവാത്ത പ്രയാസങ്ങളുണ്ട്. और हमें अविवरणीय बहुत ही समस्याएं हैं, ഇതിനൊരു ഉപാധി വെച്ചിട്ടുണ്ട്. लेकिन इसका भी एक उपाधि है, ആരോടും പറയും. किसी से ना कहना। അങ്ങനെ तो क्या ऐसा क्यों? ഞാനിത് വായിച്ച് ഞെട്ടിപ്പോയി. मैं तो चौकन्ना हो गए पढ़कर। ദൈവം തൊട്ട് സൗഖ്യമാക്കിയ കാര്യം ഞാൻ പറയുന്നതാണോ വാസേ പറയുന്നത്? परमेश्वर ने चंगाई दिया है, इसका विस्तार मैं नहीं करूं पास्टर? ഞാനല്ലല്ലോ പറഞ്ഞ, കർത്താവ് പറയാ. मैं नहीं बोला, प्रभु ने बोला है। ആരോടും പറയും. किसी से ना कहना। ആരോടും പറയില്ല. क्यों नहीं किसी से कहना है? പറയാൻ 3 പേരോട് പറയും. बोलने के लिए 3 लोगों से कहा। കുഷ്ഠരോഗം മാറിയ പയ്യനോട് പറഞ്ഞു, നിന്നെ തന്നെ കൊണ്ട് പുരോഹിതന് കാണിക്കാം. कोढ़ का बीमारी से चंगा हुआ लड़का से कहा, तुझे जाकर पुरोहित को दिखा। കാഴ്ച കിട്ടിയോട് വീട്ടിൽ ചെന്ന് അമ്മയപ്പന്മാരെ കാണിക്കാം. और जिसको दृष्टि, आंखों की दृष्टि मिला, उसको कहा कि घर में जाके माँ बाप को बता। ഗദരദേശത്ത് ഭൂതം പിടിച്ചവരോട് പറഞ്ഞു, നീ നാട്ടിലേക്ക് എന്റെ കൂടെ വരണ്ട. गन्नेसरेत का दुष्टात्मा से ग्रसित व्यक्ति छुटकारा पाए तो उससे कहा, आपके गांव में जाओ। എന്താണ് ഇങ്ങനെ? क्यों ऐसा कहा? അട്ടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞ അനുസരിക്കാൻ മനസ്സുണ്ട്. ठीक है, प्रभु ने ऐसा कहा, क्या आज्ञा मानने के लिए तैयार है? ഞാനിത് അനുസരിച്ചുകൊണ്ട് ഒത്തിരി ഗുണമുണ്ടോ? मैं इसे माना, इसलिए बहुत ही भला हुआ। വളരെ സാക്ഷ്യം പിന്നെ എന്ത് ചെയ്യില്ലേ? बहुत सारे लोगों का गवाही फिर क्या करेंगे? ആ സാക്ഷ്യം കേട്ട് ഒത്തിരി പേർക്ക് സന്തോഷം വന്നെങ്കിൽ അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? वो गवाही सुनकर यदि बहुत सारे लोग आनंदित होते हैं तो उसको बोलने में क्या रोक? കുഴപ്പം എന്നാന്ന് എനിക്കറിയില്ല. കർത്താവ് പറഞ്ഞു പറയുന്നു. क्या रोक है मुझे नहीं मालूम, लेकिन प्रभु ने कहा मत बोल। ആരോടും പറയരുത്. किसी से ना कह।
चुप रहा। എന്താ കാര്യം? क्या कारण है? ആത്മീയ പക്വത എന്താണെന്ന് അറിയണ്ടേ? आत्मिक परिपक्वता क्या है समझना है ना। കൊച്ചു കുട്ടികൾക്ക് നിങ്ങളൊരു സാധനം വാങ്ങിച്ചു കൊടുത്തു. छोटा बच्चा को आपने एक चीज खरीद के दिया। നിങ്ങൾ എന്റെ വൈകിട്ട് മൂത്ത കുട്ടി വരുമ്പോഴേക്ക് ഇളയ കൊച്ചി ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയും, കണ്ടോ ഇത് പപ്പ പിടിച്ചത്. बड़ा लड़का आता है तो छोटा लड़का उठा के दिखाता है, देखो पापा ने मेरे लिए खरीद के दिया। കൊച്ചുകഥയാണ്. बच्चा बहुत ही चिल्लाएगा ഇങ്ങനെ വിളിച്ചു പറയും. और छोटा बच्चा बहुत ही आनंद के साथ दिखाएगा, देखो पापा ने दिया। ഈ 3 വയസ്സുള്ള കൊച്ചു വിളിച്ചു പറയുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെറുതൊരു വിഷയമാണ്. ये 3 साल का बच्चा जैसा दिखाता है तो इंजीनियरिंग पढ़ने वाला बेटा को बहुत समस्या होता है। പപ്പ മേടിച്ചു കൊടുത്ത മിഠായി അല്ലെ അതിന്റെ കവർ കാണിച്ചിട്ട് വലിയവനോട് ഇങ്ങനെ പറഞ്ഞ അവനിങ്ങനെ നോക്കി ഞാൻ കൊള്ളാം. और पापा ने दिया हुआ मिठाई है, वो बड़ा को दिखाए तो वो बोलेगा ठीक है चलो ठीक है। അണ്ട് അത്ര ഉള്ള രോഗശാന്തി. इतना ही है बीमारी की चंगाई। തമ്പുരാൻ തരാനിരിക്കുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കിട്ടിയതെങ്ങോ ഒന്നും അല്ലെന്ന്. और प्रभु ने जो दिया है उसको जब तुलना करते हैं जो जो मिला है वो कुछ भी नहीं है। ക്യാൻസർ അറിയാവോ? कैंसर हट गया, LKG ലെവൽ ഗിഫ്റ്റ് അല്ലേ? LKG लेवल गिफ्ट है, ചെറിയ ഗിഫ്റ്റ്. छोटा गिफ्ट ഇരിക്കുന്നു വലുത്. और बड़ा പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നു. बड़ा रह गया है। 5,000 തന്നപ്പോൾ അല്പം കിട്ടിയോ? 5 रोटी 5,000 को खिलाए तो क्या मिला? ചെറിയ കാര്യം. छोटी बात। വലുതിരിക്കുന്നു. बड़ा रह गया है। എന്നാലും എനിക്ക് 3 മക്കളാണ്. मेरा 3 बच्चे हैं। കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ വാങ്ങി കൊടുക്കുമല്ലോ. छोटे बच्चों को बचपन में मैं कुछ खरीद के देता हूँ। 5-6 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. और 5-6 साल बाद बच्चियों को विवाह किया। ഇനിയും പഴയ പോലെ മിഠായി മേടിച്ചു കൊടുത്താൽ സമ്മതിക്കോ? अभी पहले सामान मिठाई यदि खरीद के दूं तो क्या वो मानेंगे? ആ മിഠായി ഒന്നും അവർക്ക് സന്തോഷമില്ല. मिठाई से वे आनंद नहीं होंगे। അവർക്ക് ഇനി എന്നാ തീറ്റ സാധനം മേടിച്ചു കൊടുത്താലും പപ്പ ഇതല്ല കാര്യം. उनको कुछ भी खरीद के दे ऐसे खाने की चीज तो वो बोलेंगे ये तो कुछ भी नहीं पापा, ഇതിലൊന്നും കാര്യമില്ല. इसमें कोई बात नहीं। അവർക്കിപ്പോ വേണ്ട ഓഹരിയാണ്. उनको अभी चाहिए उनका हिस्सा। അവർക്ക് സേഫ് സോണിൽ ജീവിക്കാൻ വേണ്ട കാര്യമാണ്. उनको सेफ जोन में जीने के लिए जो जरूरतमंद है वो चाहिए। അതാ സ്പിരിച്വൽ ആയിട്ടുള്ള പക്വത. यही है आत्मिक परिपक्वता। അങ്ങോട്ട് ചെല്ലണം. वहां पे जाना है അതുകൊണ്ട് തീരത്തില്ല. और वहां पे भी खत्म नहीं होगा। ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞവൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ये सब कुछ नहीं बोलना है उसने कहा है तो वो कहता है एक चीज बोलना है। അത് വ്യക്തമാക്കാം. वो व्यक्त करूंगा। യേശു നമ്മുടെ രക്ഷകൻ അല്ലേ? यीशु हमारा उद्धार करता है। എന്തുകൊണ്ടാണ് കർത്താവിനെ രക്ഷകൻ എന്ന് വിളിക്കുക? क्यों हम यीशु को उद्धार करता करके बोलते हैं? ഒരു സാധാരണ ഭാഷയിലെ അർത്ഥം രക്ഷിച്ചവനായതുകൊണ്ടാണ് രക്ഷകൻ. और छुड़ाया है इसलिए छुटकारा देने वाला कहते हैं। അല്ലല്ലേ? ये नहीं है। യേശു രക്ഷിച്ചത് കൊണ്ട് രക്ഷകനായതാണെന്നാണ് ധരിച്ചത്. यीशु छुड़ाया है इसलिए क्या वो उद्धार करता बना है? അങ്ങനെയല്ല. ऐसा नहीं। അത് യോജിക്കാൻ പറ്റില്ലേ? उसको भी आप क्या विरोध बोलेंगे? രക്ഷ തന്നുകൊണ്ട് രക്ഷകനായതാണോ? उद्धार दिया या छुटकारा दिया इसलिए छुटकारा दाता बना ആണോ? है क्या? അതും തെറ്റാണ്. वो भी गलत है। പിന്നെ എങ്ങനെ? फिर कैसे? എൻ്റെ മൂത്ത മോള് मेरी बड़ी लड़की ഈ 6-7 അങ്ങനെ പഠിക്കുന്ന ഒരു പ്രായം. 6वीं या 7वीं में पढ़ती थी। അത് PG ഫൈനൽ ഇയറാണ്. अभी वो पीजी फाइनल ईयर है। 6-7 മറ്റേ പഠിക്കുമ്പോൾ ഈ അസംബ്ലി സ്കൂൾ അസംബ്ലിയിൽ വെച്ച് തലയിട്ട് വീണു. 6वीं और 7वीं में पढ़ने वाले समय स्कूल की असेंबली में चक्कर आकर गिर गई മിസ് എന്നെ വിളിച്ചു. और मिस को बुलाया കുഴപ്പമൊന്നുമില്ല. और मिस ने मुझे फोन किया और बोला कि कोई बात नहीं, कोई प्रॉब्लम नहीं है, അവള് വലിയ കാര്യത്തില്ല. लेकिन वो तो बहुत रोती है വന്നാൽ കൊള്ളാം. और यहाँ पर आए तो अच्छा है। ഞാൻ അതിവേഗത്തിൽ ഓടിച്ചു. मैं तुरंत स्कूल पहुंचा ഒരു കുഴപ്പമില്ല. और उसको कोई प्रॉब्लम नहीं। ഞാൻ പറഞ്ഞു എന്തിനാണ് കുളം ഉണ്ടാക്കിയത്? लेकिन मैंने उसको पूछा तू इतना चिल्लाई क्यों? കുഴപ്പമൊന്നുമില്ല. उसने बोला कि कुछ बात नहीं, വെയിൽ കൊണ്ടുകൊണ്ട് പറ്റിയതാണ്. धूप की वजह से हुई है। ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിൽ क्लास में जाके बैठो। ഇല്ല. नहीं, പപ്പാടോട് വരും. पापा के साथ आएंगे, എനിക്ക് വീട്ടിൽ വരണം. मुझे घर आना है। അവൾ വെള്ളം വെക്കാൻ തുടങ്ങി. वो चिल्लाने लगी। ഞാൻ ശരിക്കും അങ്ങ് ചൂടായി. मैं जल्दी से गर्म हो गया അങ്കാരുടെ ക്ലാസ്സിൽ പോയിരിക്കും. और उससे बोला कि क्लास में जाके बैठ, ഇതൊന്നും ഒരു കാര്യമില്ല. ये कुछ भी नहीं है। ഒത്തിരി പറഞ്ഞു. बहुत सारा बोला സത്യം പറഞ്ഞാൽ മോശമായിട്ട് ഇടപെട്ടോളൂ തോന്നും. और ऐसा लगा कि मैं बहुत ही बुरी तरह बर्ताव किया। മിസ്സൊക്കെ വളരെ ഇതായിട്ട് പറഞ്ഞു അവള് പരിപാടി വരട്ടെ. और मिस ने भी बोला कि अगर वो आना चाहती है तो उसको ले जाओ। ഞാൻ പറഞ്ഞു നിസ്സാര കാര്യത്തിന് എന്നെ വിളിക്കണമായിരുന്നു മിസ്. मैंने बोला कि ऐसे मामूली बात के लिए मुझे क्यों बुलाया? എനിക്ക് എന്റെ തിരക്കുള്ള സമയമാണ്. मैं कितना व्यस्त हूँ। ഈ മോള് വീണപ്പോൾ ചെന്ന് താങ്ങിയത് അവിടുത്തെ ഒരു സ്റ്റാഫാണ്. तब बेटी जब गिर गई उसको उठाया वहाँ का एक स्टाफ, അവളെ റൂമിൽ കൊണ്ടിരുത്തി ചായ ഒക്കെ കൊടുത്തത് മറ്റൊരു സെർവന്റാണ്. उसको घर रूम में लेकर जाकर चाय वाला दिया दूसरा एक सेवक। പിന്നെ മോളെ ഇതൊക്കെ വിളിച്ച് ആശ്വസിപ്പിച്ചത് മിസ്സാണ്. हे बेटी करके आश्वासनदायक वचन बोला मिस। അവൾ
അവിടെ ചെന്ന് എന്നെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായി. वहां पे मेरा कोई भी फायदा ही नहीं, വഴക്കല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായി. डांट के बजाय और कुछ भी मैंने बोला भी नहीं, അപ്പൊ ചായ കൊടുക്കാത്ത, चाय नहीं दिया, വീണപ്പോ പിടിച്ചെണ്ണിപ്പിക്കാത്ത, गिरने में पकड़कर संभाल कर पकड़ा नहीं, ഒരു നല്ല വാക്ക് പറയാത്ത, एक अच्छा शब्द भी नहीं बोला, എന്നെ കണ്ടപ്പോൾ അവള് പറയാ എന്റെ കൂടെ വരണം. मुझको देखकर वो कहती है कि मेरे साथ आना है। എന്താ കാര്യം? इसका कारण क्या है? ഞാനവിടെ രക്ഷകൻ. कारण मैं उसका रक्षक हूँ। രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ? और उद्धार मतलब क्या है? ചായ കൊടുത്താൽ രക്ഷകനാവില്ല, या चाय देंगे तो उद्धारक नहीं बनेगा, പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ രക്ഷകനാവില്ല, पकड़कर उठाए तो उद्धारक नहीं बनेगा, കോട്ടെ എന്ന് പറഞ്ഞാൽ രക്ഷകനാവില്ല. जाने दो भी ऐसा बोलने से भी उद्धारक नहीं बनेगा। രക്ഷകൻ ഒരു രക്തബന്ധത്തിന്റെ പേരാണ്. उद्धारक का नाम है जो रक्त संबंध रखता है, അതൊരു ആജീവനാബന്ധ ബന്ധത്തിന്റെ പേരാണ്. वो सदा सदैव रहने वाला एक संबंध का नाम है, അത് പറിച്ചെറിയാനാവാത്തൊരു ബന്ധത്തിന്റെ പേരാണ്. वो अटूट एक संबंध का नाम है। യേശുവിനെ എന്തുകൊണ്ട് സാക്ഷിക്കണം? यीशु को क्यों गवाह देना है? അത് രോഗം മാറ്റിയോണ്ടല്ലേ, वो बीमारी हटाया इसलिए नहीं, കടഭാരം മാറ്റിയതുകൊണ്ടല്ലേ, कर्ज को दूर किया इसलिए नहीं, ഒറ്റപ്പെട്ടപ്പോ ആശ്വാസം തന്നുകൊണ്ടല്ലേ, एकांत में आश्वासन दिया इसलिए नहीं। അവനാണ് എന്റെ രക്ഷകൻ, वो मेरा उद्धारक है, അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ, वो मेरा छुड़ाने वाला അവൻ है, എനിക്ക് നിത്യത വാഗ്ദത്തം ചെയ്തവൻ, वो मुझे अनंतकालीन महिमा वादा किया है, അവിടെ നിന്റെ പ്രതീക്ഷകളുടെ മുഴുവൻ ഏക രക്ഷകൻ. वही मेरा आशा का पूर्ण एकमात्र उद्धारक है। അവിടെ ഇന്നു മുതൽ എന്തെങ്കിലുമൊക്കെ ദൈവം തന്നു എന്നോർത്തവനെ രക്ഷകനായി കരുതുന്ന ബോധം വിട്ടിട്ട് ആത്മീക പക്വതയിലേക്ക് വളരണം. इसलिए आज तक वो मुझे थोड़ा कुछ दिया है बोलकर उसको उद्धारक नहीं बोलना है, लेकिन आत्मिक परिपक्वता की ओर बढ़ना है। ഇനി നമുക്ക് പൗലോസിലോട്ട് अब हम पौलुस की ओर आए।